ഇന്ത്യൻ സിനിമാ ലോകം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ വർഷത്തെ ഏറ്റവും വലിയ ഹൈപ്പുള്ള ഒരു സിനിമയാണ് അല്ലു അർജുനെ നായകനാക്കിയിട്ട് സുകുമാർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമായിട്ട് ഇന്ന് റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ള പുഷ്പ ടു ദ റൂൾ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ മലയാളികളും അതുപോലെ തന്നെ തെലുങ്കന്മാരും തമിഴന്മാരും മാത്രമല്ല കാത്തിരിക്കുന്നത്, ഇന്ത്യൻ സിനിമാ ലോകം ഒന്നാകെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞിട്ട് ഈ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂസ് ഒഴികെ ഭേദപ്പെട്ട രീതിയിൽ ഏത് റിവ്യൂസ് വന്നാലും ഈ സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തന്നെ വലിയൊരു ചലനം സൃഷ്ടിക്കുന്ന ഒരു തെലുങ്ക് സിനിമയായിട്ട് മാറുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഇത് ഞാൻ വെറുതെ വന്ന് തള്ളി പറയുന്നതല്ല, ഇതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഏറെയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 5 കാരണങ്ങൾ ആദ്യം നോക്കുകയാണ്. അതിന് ആദ്യത്തെ കാരണമായിട്ട് പറയാനുള്ളത് സിനിമയുടെ ഒന്നാം ഭാഗമായിട്ടുള്ള പുഷ്പ ദ റൈസ് എന്ന് പറയുന്ന ഇതിന്റെ ആദ്യ പാർട്ട് തന്നെയാണ്. ഇത് കണ്ട എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി കട്ട കാത്തിരിപ്പിലാണ്. പോരാത്തതിന് ഈ സിനിമ ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല. അല്ലു അർജുന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറിയ ഒരു സിനിമയായിരുന്നു പുഷ്പ എന്ന് പറയുന്ന സിനിമ. അതുകൊണ്ട് തന്നെ ആ സിനിമ കണ്ട എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കും. അതേപോലെ തന്നെ ആ സിനിമ കണ്ട എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുകയാണെങ്കിൽ ഈ സിനിമ വലിയ രീതിയിലുള്ള പണം വര ചിത്രമായിട്ട് മാറും. പിന്നെ രണ്ടാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് തെലുങ്ക് സൂപ്പർ താരമായിട്ടുള്ള അല്ലു അർജുൻ എന്നുള്ള പേര് തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു ബ്രാൻഡ് ഉണ്ട്, സ്റ്റൈലിഷ് സ്റ്റാർ അല്ലു അർജുന് ഒരു പ്രത്യേകമായിട്ടുള്ള ബ്രാൻഡ് ഉണ്ട്, ഒരു സ്റ്റാർ വാല്യൂ ഉണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റാർ വാല്യൂ ഇന്ത്യയിൽ ഒന്നാക്കി കുത്തനെ ഉയർത്തിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു പുഷ്പ എന്ന് പറയുന്ന സിനിമ. ആ ഒരു സിനിമയിൽ അഭിനയത്തിന് നാഷണൽ അവാർഡ് തൂക്കിയിട്ടുള്ള ഒരു മുതലാണ് അല്ലു അർജുൻ. അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗമായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഈ സിനിമ എത്തുമ്പോൾ ആ ഒരു സിനിമയേക്കാൾ മികച്ച രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പരമാവധി അല്ലു അർജുന്റെ ഭാഗത്തുനിന്ന് പരിശ്രമം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. പിന്നെ മൂന്നാമത്തെ കാരണമായിട്ട് പറയാനുള്ളത് നമ്മൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഫഹദ് ഫാസിലിന്റെ പേര് തന്നെയാണ്. ഒന്നാം ഭാഗത്തിൽ വന്നിട്ട് വളരെ ചുരുക്കം സമയം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഓളം ആ ഒരു സിനിമയിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് ചെറുതൊന്നുമല്ല. ഒരു പക്ഷേ രണ്ടാം ഭാഗം കാണാൻ കാത്തിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളുടെയും പ്രധാന ആകർഷണം ഫഹദ് ഫാസിൽ തന്നെയായിരിക്കും. ഫഹദ് ഫാസിലിനെ അഴിഞ്ഞാടം വിടുന്ന ഒരു ഭാഗമായിരിക്കും രണ്ടാം ഭാഗം. കാരണം ഒന്നാം ഭാഗത്തിന് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഫഹദ് ഫാസിൽ ഉണ്ടായിട്ടുള്ളൂ. ഉള്ള സമയം കൊണ്ട് അഴിഞ്ഞാടിയിട്ടാണ് പോയിട്ടുള്ളത്, അത് വേറെ കാര്യം. പക്ഷെ ഈ സിനിമയിൽ കുറച്ചുകൂടി സ്ക്രീൻ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല രീതിയിൽ തന്നെ ഫഹദ് ഫാസിൽ ഈ സിനിമയിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുമെന്ന് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഏറ്റവും പ്രധാന ആകർഷണങ്ങളിൽ ഒന്നും, അതുപോലെ തന്നെ ഈ സിനിമ വിജയിക്കാനുള്ള പ്രധാന കാരണങ്ങളൊന്നായിട്ട് ഫഹദ് ഫാസിലിന്റെ പേര് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തന്നെ വേറെ ലെവലായിരിക്കും ഈ സിനിമയ്ക്ക് കളക്ഷൻ നേടാൻ സാധിക്കുക എന്നുള്ളത് പറയാനുള്ള മറ്റൊരു കാരണമായിട്ട് പറയാനുള്ളത്, ഈ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത് 12,000-ഓളം സ്ക്രീനുകളിലാണ്. ഏകദേശം സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷനും കാര്യങ്ങളും തന്നെ ഈ സിനിമയ്ക്ക് കിട്ടിക്കഴിഞ്ഞു. സിനിമയ്ക്ക് പോസ്റ്റർ റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ ഇത്രയും അധികം സ്ക്രീനുകളിൽ നിന്ന് വരുന്ന കളക്ഷന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയിൽ ഒരു പക്ഷേ വേറൊരു ചിത്രത്തിനും അവകാശപ്പെടാനില്ലാത്ത അത്രയും വലിയൊരു കളക്ഷൻ പുഷ്പ 2 എന്ന് പറയുന്ന ഈ സിനിമ നേടും. അതുകൊണ്ട് തന്നെയാണ് സിനിമ വലിയ രീതിയിൽ വിജയമാവാൻ സാധ്യത ഏറെ ഉണ്ടെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഏകദേശം നമ്മുടെ കേരളത്തിൽ മാത്രം 600-ലധികം സ്ക്രീനുകൾക്ക് മുകളിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. പോരാത്തതിന് ഇത്രയും സ്ക്രീനുകളിൽ റിലീസ് ചെയ്ത് പോരാത്തതിന് രാവിലെ 4 മണി മുതൽ ഷോ ആരംഭിക്കുകയാണ്. ഏകദേശം ഒരു ദിവസം ഒരു സ്ക്രീനിൽ മാത്രം 8 ഷോക്ക് മുകളിലാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത്. എങ്ങനെ നോക്കിയാലും സിനിമ വേറെ രീതിയിൽ തന്നെയായിരിക്കും കളക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഈ ഒരു സിനിമയിലൂടെ പ്രതിഫലമായിട്ട് അല്ലു അർജുന് 300 കോടി എന്ന് പറയുന്ന അത്രയും വലിയൊരു സംഖ്യ ഈ സിനിമയ്ക്ക് പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഇതോടുകൂടി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനാണ് അല്ലു അർജുൻ എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഈ സിനിമയ്ക്ക് 300 കോടി എമൗണ്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയാനുള്ളത് സിനിമയുടെ ബഡ്ജറ്റ്, സിനിമയുടെ ആ ഒരു ട്രെയിലർ, അതുപോലെ തന്നെ ടീസർ, അതുപോലെ തന്നെ വന്ന പാട്ടുകൾ, പോസ്റ്ററുകൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സിനിമ കാണാൻ ഒരു പക്ഷേ ആഗ്രഹമില്ലാത്ത ആളുകളും സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ ചാൻസ് കൂടുതലാണ്. ഇതൊരു ബ്രഹ്മാണ്ഡ സിനിമയാണ്, ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. ഏകദേശം 500 കോടിക്ക് മുകളിലാണ് ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇത്രയും വലിയ എമൗണ്ടിൽ ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഇത് തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നല്ല തിയേറ്ററുകളാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള വലിയ ഹെവി സിനിമകൾ വരികയാണെങ്കിൽ അത് മൊബൈലിൽ കണ്ടാലും അതുപോലെ തന്നെ TV-യിൽ കണ്ടാലും ഒരു എഫക്റ്റ് നമുക്ക് നൽകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതുപോലുള്ള ബ്രഹ്മാണ്ഡ സിനിമകൾ മാത്രം തിയേറ്ററിൽ പോയിട്ട് കാണുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അപ്പൊ അവരും കൂടി സിനിമയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ സിനിമ ആരാധക ഭേദമന്യേ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും തിയേറ്ററിൽ കളക്ഷൻ കൂടും, ഷെയർ കൂടും. ഈ സിനിമയുടെ കളക്ഷൻ ലെവൽ എന്ന് പറയുന്നത് ഇതുവരെ കാണാത്ത ഒരു വലിയ മാന്ത്രിക സംഖ്യയായിരിക്കും ഈ സിനിമയ്ക്ക് ലഭിക്കാൻ പോകുന്നത്. എന്തായാലും ആദ്യ ദിനം ഗംഭീര കളക്ഷനാണ് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. പോരാത്തതിന് ഇന്ത്യയിൽ പ്രീമിയർ ഷോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആ ഒരു ഷോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പറയാണ് സിനിമയ്ക്ക് നല്ല റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ എന്തായാലും സിനിമയ്ക്ക് രാവിലെയുള്ള 4 മണിക്കുള്ള ഷോക്ക് തന്നെ പോകുന്നുണ്ട്. പോയി വന്നതിന് ശേഷം ഈ സിനിമ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട്.